ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 18-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പിലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹിലെ ഗോപുരം വീണു മരിച്ചുപോയ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, വീടുള്ളവർ ഇല്ലാത്തവനെ കാണുമ്പോൾ ദൈവമേ എനിക്ക് തന്ന ഇടപാടത്തിനായി സ്തോത്രം എന്ന് പറയും. അതുപോലെ സൗഖ്യമുള്ളവൻ രോഗമുള്ള ഒരാളെ കാണുമ്പോൾ ദൈവമേ രോഗം കൂടാതെ എന്നെ കാത്തതിന് നന്ദി പറയും. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ ദൈവം സൂക്ഷിച്ചതിനായി നാം ദൈവത്തിന് നന്ദി പറയും. ഈ കാര്യങ്ങളെല്ലാം നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ചിലർ യേശുവിനെ സമീപിച്ചത്. രാജാവിൻ്റെ ക്രൂരതയാലും അപകടത്താലും അകാലത്തിൽ മരിച്ചവരെ കുറിച്ചായിരുന്നു അവരുടെ സംശയം. ഇവിടെ കർത്താവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. അപ്രതീക്ഷിതമായി പട്ടുപോയവരും കഷ്ടത അനുഭവിക്കുന്നവരും മറ്റുള്ളവരെക്കാൾ മോശമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കരുതരുത്. കാരണം അവർക്ക് എപ്പോൾ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തരം മനുഷ്യർക്ക് അജ്ഞാതമാണ്. ദൈവത്തിൻ്റെ നിയമത്തിനല്ല, അല്ലെങ്കിൽ ഇഷ്ടത്തിന് പുത്രനായ യേശുവും തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നല്ലോ. തള്ളിപ്പറഞ്ഞവരും ഒറ്റുകാരും സ്ഥിരതയില്ലാത്തവരും അവിശ്വാസികളുമായ ശിഷ്യന്മാരെക്കാൾ യോഗ്യത കുറഞ്ഞിട്ടല്ലയോ കർത്താവ് യൗവനത്തിൽ മരണം വരിച്ചത്? മരണം ജീവിതത്തിൽ സുനിശ്ചിതമാണ്. എന്നാൽ മാനസാന്തരമാണ് അതിന് ശേഷം നാം എന്തെന്ന് തീരുമാനിക്കുന്നത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ശിക്ഷാവിധിയുണ്ട് എന്ന് ഭയപ്പെടുകയല്ല. കർത്താവിൻ്റെ ഉപദേശം മാനസാന്തരപ്പെടാതെ ആര് മരിച്ചാലും ഫലം ഒരുപോലെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് മാനസാന്തരം? സ്വയം ഏകീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവികമായ ജീവിതത്തിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും മനോഭാവങ്ങളിലേക്കും ഉള്ള രൂപാന്തരമാണ് മാനസാന്തരം. അത്തരമൊരു തിരഞ്ഞെടുപ്പ് കർത്താവ് നടത്തുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് യഥസമന വരെ നീണ്ടു നിന്നു. എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല, എങ്ങനെയാണ് നാം ജീവിച്ചത് എന്നതാണ് പ്രാധാന്യം. ഇന്ന് മനുഷ്യൻ്റെ പണമോ പ്രസക്തിയോ കഴിവോ സ്വാധീനമോ ഒന്നും സഹായിക്കാനാകാത്ത ഈ ലോകത്ത് ദൈവിക അപമാനമായ ജീവിത ശൈലിയിലേക്ക് മാറ്റപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവേ, ഈ നോമ്പുകാലത്ത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.